നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മളെല്ലാവരും അത്യാവശ്യം തിയറി എല്ലാം പഠിച്ചുകൊണ്ട് മൾട്ടിമീറ്റർ വരെ ഒരു ധാരണയിലെത്തി. ഇന്നു മുതൽ നമ്മൾ പ്രാക്ടിക്കൽ ആരംഭിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടും. തുടക്കക്കാർക്ക് പ്രയോജനപ്പെടും, അത്യാവശ്യം UPS ഇൻവെർട്ടറൊക്കെ ആയിട്ട് കളിക്കുന്ന അവർക്ക് പ്രയോജനപ്പെടും, ടെക്നീഷ്യൻസിന് പ്രയോജനപ്പെടും. കാര്യം, ഒരു ഇൻവെർട്ടർ എന്താണ്, UPS എന്താണ്, അതിൻ്റെ അടിസ്ഥാന തത്വം മുതൽ അതിൻ്റെ പ്രവർത്തന രീതി ആദ്യം മുതൽ അവസാനം വരെ പഠിപ്പിക്കുന്നു. കൂടാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചെറിയൊരു എലിമിനേറ്റർ ട്രാൻസ്ഫോമർ ഇല്ല, ഇങ്ങനെ 12909 12012 ഇങ്ങനെ കൊച്ചു ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മളൊരു ഫുൾ ഇൻവെർട്ടർ നിങ്ങൾ സ്വയം അസംബിൾ ചെയ്തുണ്ടാക്കുന്നു. മോഡ്യൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം, അതല്ല ഇതുപോലെ സ്പെയർ ഓരോന്നും വാങ്ങി അങ്ങനെയും ചെയ്യാൻ പറ്റും. ഒരു സാധാരണ കോമൺ ബോർഡിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും. കൂടാതെ ഇതിനുള്ള എല്ലാ സംശയങ്ങൾക്കുള്ളൊരു പരിഹാരമായിട്ടൊരു ബുക്ക് എന്ന രീതിയിൽ ബുക്കും ഇതിൻ്റെ കൂടെ ഞാൻ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയും. മാത്രമല്ല, വീഡിയോ വലിച്ചു നീട്ടാതെ കൂടുതൽ എപ്പിസോഡുകളൊന്നും ആക്കാതെ ഒരു വീഡിയോയിൽ തന്നെ ഇൻവെർട്ടറിനെക്കുറിച്ചും UPSനെക്കുറിച്ചും ആദ്യം മുതൽ പ്രവർത്തിപ്പിച്ച് ബൾബ് ഓൺ ചെയ്ത് കത്തിക്കുന്നത് വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ഈ ഫീൽഡിൽ നല്ലൊരു എക്സ്പെർട്ടായി തീരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വെൽക്കം ടു ഓൾ. ഈ വീഡിയോയിൽ ഞാൻ ഇൻവെർട്ടറിനെക്കുറിച്ച് വളരെ ഡീപ്പായി തന്നെ പറയും. കാര്യം, ഞാൻ ആദ്യമേ പറഞ്ഞു, ഇലക്ട്രോണിക്സിനെക്കുറിച്ച് ഒട്ടും അറിയാത്തവർക്ക് പോലും വളരെ നന്നായി സ്വയം അസംബിൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും. കുറച്ച് പരിചയമുള്ളവരൊക്കെ ഈ ഭാഗം ഒന്ന് കണ്ടതിന് ശേഷം അടുത്ത ഭാഗം എത്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി വരും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇൻവെർട്ടർ. നിങ്ങൾക്കറിയാം ഇൻവെർട്ടർ എന്താണ്, ഇതിൻ്റെ ആവശ്യം. ആദ്യം നമുക്ക് ആവശ്യം അറിയണ്ടേ. ഏതൊരു സംഗതി, ഇപ്പോൾ ഇൻവെർട്ടർ ആവട്ടെ, UPS ആവട്ടെ, അല്ലെങ്കിൽ ഓഡിയോ ആംപ്ലിഫയർ ആവട്ടെ, അതെല്ലാം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ പഠിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് സ്വയം അസംബിൾ ചെയ്യാനും അതുപോലെ പിന്നീട് വളരെ ഈസിയായി സർവീസിങ് ചെയ്യാനും സാധിക്കണമെങ്കിൽ ഈ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. അപ്പോൾ ഇൻവെർട്ടർ മീൻസ് നമുക്കെല്ലാം അറിയാം, വീട്ടിൽ 230 വോൾട്ട് AC ആണ് കിട്ടുന്നത്. ആ AC പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന TV ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, ഇതൊക്കെ നല്ല രീതിയിൽ തടസ്സം കൂടാതെ പ്രവർത്തിക്കുക എന്നതാണ് നമ്മൾ ആവശ്യം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇൻവെർട്ടർ. അപ്പോൾ ഇൻവെർട്ടർ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ട് മീൻസ് നേരെ തിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, AC കറണ്ട് ഒരിക്കലും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അത് ഡയറക്റ്റ് ഡൈനാമോ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജനറേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് വരുന്നു, ഓഫ് ചെയ്താൽ നിൽക്കും. മറിച്ച് DC കറണ്ട് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂ. ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നതാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഇതുപോലെ ബാറ്ററിയിൽ നമുക്ക് DC സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ ഈ ബാറ്ററിയിൽ ഇത് 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്, എത്രയെങ്കിലും വോൾട്ട് ആവട്ടെ. അപ്പോൾ ഈ 12 വോൾട്ട് ബാറ്ററിയിൽ നമ്മളിത് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് അതിനെ വീണ്ടും എന്താക്കി മാറ്റണം, 230 വോൾട്ട് AC ആക്കി മാറ്റണം. അതുകൊണ്ട് ഈ ACയെ ഏതൊരു സാധനത്തിനെയും നമ്മളിപ്പോൾ നേരെ എതിർ ദിശയിലേക്ക് മാറ്റുന്നതിനാണ് ഇൻവെർട്ട് എന്ന് പറയുക. അപ്പോൾ രാത്രിയെ പകലാക്കി മാറ്റുന്ന ഇൻവെർഷൻ, അല്ലെങ്കിൽ വെളിച്ചത്തിന് ഇരുട്ടാക്കുമ്പോൾ അത് ഇൻവെർഷൻ, ഇരുട്ടിന് വെളിച്ചാക്കുമ്പോൾ അത് ഇൻവെർഷൻ. ഇവിടെ എന്താണ് ചെയ്യുന്നത്, DC വോൾട്ടേജിനെ AC ആക്കി മാറ്റുന്നതുകൊണ്ട് ഇൻവെർട്ട് ചെയ്യുന്നു. അതാണ് ഈ ഉപകരണത്തെ ഇൻവെർട്ടർ എന്ന് വിളിക്കുന്നത്. മറ്റൊരു പേരും കൂടെ ഉണ്ട്, അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ. എന്താണ് ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താ തടസ്സം. നമ്മളിപ്പോൾ TV കണ്ടിരിക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, ആ സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു തടസ്സം നേരിടാൻ പാടില്ല. അപ്പം തടസ്സം നേരിടാതെ പവർ സപ്ലൈ, നിങ്ങൾക്കറിയാം പവർ സപ്ലൈ, നമ്മൾ പൊതുവെ പവർ സപ്ലൈ എന്ന് പറയുന്നു. അൺഇൻറ്ററപ്റ്റബിൾ, തടസ്സം കൂടാതെയുള്ള പവർ സപ്ലൈ. അപ്പോൾ അതിനാണ് ചുരുക്കിയിട്ട് നമ്മൾ ആദ്യത്തെ അക്ഷരം എടുത്തുകൊണ്ട് UPS എന്ന് വിളിക്കുന്നത്. UPS അല്ലെങ്കിൽ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഒരേ സംഗതിയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. അടുത്ത ഘട്ടത്തിൽ പറയാം. അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ, അതിൻ്റെ ഷോർട്ടാണ് UPS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം 12 വോൾട്ട് DCയെ വീണ്ടും 230 വോൾട്ട് ACയിലേക്ക് മാറ്റുക. അതിനുപയോഗിക്കുന്നതാണ് ഇൻവെർട്ടർ. അതിന് ആദ്യമേ വേണ്ടത് ഒരു ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയും. അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രം എന്ത് സംഗതിക്ക് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഈ ബ്ലോക്ക് ഡയഗ്രം നോക്കുക, 3 ബോക്സ് അത്രയേ ഉള്ളൂ. 3 ബ്ലോക്ക് 3 സ്ക്വയർ ഞാൻ വച്ചു. ആദ്യത്തത് നമ്മളെ കൈവശമുള്ള സാധനം എന്താണ്, ബാറ്ററി. 12 വോൾട്ട് ബാറ്ററി നിങ്ങൾക്കറിയാം, ബാറ്ററി DCനെ ഒരിക്കലും നമുക്ക് വോൾട്ടേജ് പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. AC ആക്കിയതിന് ശേഷം മാത്രമേ വർദ്ധിപ്പിക്കാൻ കഴിയൂ. അപ്പം നമുക്ക് അതിന് വേണ്ട ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ഇവിടെ ഈ ഭാഗത്തോട് ട്രാൻസ്ഫോമർ, നമുക്ക് ട്രാൻസ്ഫോമർ വേണം. ബാറ്ററി നമ്മുടെ കയ്യിലുണ്ട്,
ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമർ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നത് എ സിയിൽ മാത്രമേ വർക്ക് ചെയ്യൂ, ഡി സിയിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ പ്രൈമറി ഒരു 12 വോൾട്ടും സെക്കൻഡറി 230 വോൾട്ടും ആണെങ്കിൽ അങ്ങനത്തെ ട്രാൻസ്ഫോമർ ഒരു ഭാഗത്ത് 230 അല്ലെങ്കിൽ 12 ട്രാൻസ്ഫോമർ ആയിക്കഴിഞ്ഞാൽ ഈ പ്രൈമറി നമ്മൾ സെക്കൻഡറി പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗത്തിനാണ് പ്രൈമറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ 12 വോൾട്ട് എ സി കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ നമുക്ക് 230 വോൾട്ട് കിട്ടും. അപ്പോൾ ഇവിടെ എ സി ആക്കണേ എന്ത് വേണം? ആദ്യം ഈ ബാറ്ററി ഡി സി 12 വോൾട്ടിന് നമ്മൾ എ സി ആക്കി മാറ്റണം. ആ എ സി ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ഈ സെൻട്രലിൽ കൊടുക്കുന്നത്. ഒരു ഓസിലേറ്റർ എന്ന് പറയും. അത് ഞാൻ ട്രാൻസ്ഫോമർ വെച്ചിട്ട് കൃത്യമായിട്ട് കാണിച്ചു തരാം. എന്താണ് എ സി, എന്താണ് ഡി സി, അതിൻ്റെ സ്വിച്ചിങ് എങ്ങനെയാണ്. അപ്പോൾ അതിനുപയോഗിക്കുന്ന സ്വിച്ചിങ് സർക്യൂട്ട് അഥവാ ഓസിലേറ്റർ സർക്യൂട്ട് പ്ലസ് ഡ്രൈവർ സർക്യൂട്ട്, മോസ്ഫെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഈ ഡ്രൈവർ സർക്യൂട്ട് ഇത് രണ്ടും ഓസിലേറ്ററും മോസ്ഫെറ്റും കൂടി ചേർന്ന ഈ ഒരു ബോർഡ്, ഈ ബോർഡാണ് നമുക്ക് വേണ്ടത്. എന്തിന്? ഈ 12 വോൾട്ട് ഡി സിയെ 12 വോൾട്ട് എ സി ആക്കി മാറ്റി ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നമുക്ക് 230 വോൾട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ അഥവാ UPS എന്ന എല്ലാ സംഗതികളും ഈ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻവെർട്ടർ എന്ന് വിളിക്കുന്നു, UPS എന്ന് വിളിക്കുന്നു. വയറിങ്ങിലേക്ക് കടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി നമുക്ക് വാങ്ങേണ്ട കമ്പോണൻ്റ് ലിസ്റ്റുകൾ എന്താണെന്ന് നോക്കാം. നിങ്ങൾ റെഡിമെയ്ഡാണ് ബോർഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ ഒരു SG3525 മോഡ്യൂൾ എന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. ഓൺലൈൻ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 125 അല്ലെങ്കിൽ 150 രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന 3 കണക്ഷൻ ഇത് ഈ പിന്നുകളിൽ കൊടുത്താൽ മതി. 3 എണ്ണം, 1 ഗ്രൗണ്ട്. ഈ ഭാഗത്ത് ബാറ്ററിയിൽ വരുന്ന 12 വോൾട്ട് പ്ലസ് മൈനസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ PWM ഫ്രീക്വൻസി ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ചെറിയ MTP എന്ന് പറയും, മൾട്ടി ടേൺ പ്രീസെറ്റ്. വളരെ സ്ലോ ആയിട്ട് ഒരുപാട് സമയം തിരിക്കാൻ കഴിയുന്ന അക്യുറസി ഉള്ളൊരു തരം റെസിസ്റ്ററാണിത്, മൾട്ടി ടേൺ പ്രീസെറ്റ്. ഇത് രണ്ടും തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റെഡിമെയ്ഡ് മോഡ്യൂളാണ്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫോമർ മാത്രം മതി. അതും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വയർ ചെയ്യാം. ഇനി അതല്ല, കുറച്ചുകൂടി വിശദമായി പഠിക്കണം, ഒറ്റയ്ക്ക് തന്നെ സോൾഡറിങ് ഒക്കെ പഠിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കമ്പോണൻ്റ് ലിസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കമ്പോണൻ്റ് ലിസ്റ്റ്. ഈ ലിസ്റ്റ് ഇതുപോലെ നിങ്ങൾ ഒരു കോപ്പി എഴുതിയെടുത്തതിന് ശേഷം ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് വിൽക്കുന്ന കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് നിങ്ങൾക്ക് എടുത്തു തരും. ആവശ്യമുള്ളത് മാത്രം എഴുതിയാൽ മതി, ആവശ്യമില്ലാത്ത എഴുതണ്ട. സപ്പോസ് ഇതിനകത്ത് ബാറ്ററി 12 വോൾട്ട് 7H ബാറ്ററി അതൊന്നും ഞാൻ എഴുതിയില്ല. കാര്യം നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ബാറ്ററി ടെസ്റ്റ് ചെയ്യാൻ വീട്ടിലുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. പിന്നെ അതുപോലെ ടൂൾസ് ആട്ടെ, സോൾഡറിങ് അയൺ, ലെഡ് അങ്ങനെയുള്ള എക്സ്ട്രാ സാധനങ്ങളൊന്നും നിങ്ങൾ ഇതിനകത്ത് വാങ്ങണമെന്നില്ല. അവിടെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മോഡ്യൂൾ ഞാൻ സെപ്പറേറ്റ് എഴുതിയിരിക്കാൻ കാരണം ഈ മോഡ്യൂൾ വാങ്ങുകയാണെങ്കിൽ പിന്നെ ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് ഇപ്പോൾ കാണിച്ചതുപോലെ അതിൽ ചെയ്താൽ മതി. പാർട്സ് നോക്കാം. ആദ്യം വേണ്ടത് 12 1 ആംപിയർ അതല്ലെങ്കിൽ 2 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമർ ഒരെണ്ണം. പിന്നെ Z44 മോസ്ഫെറ്റ് എന്ന് പറയും. Z44 മോസ്ഫെറ്റ് 2 എണ്ണം വേണം. അതിൻ്റെ ഷേപ്പ് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇങ്ങനെയാണ് മോസ്ഫെറ്റിൻ്റെ ഷേപ്പ് വരുന്നത്. Z44 2 എണ്ണം വേണം. പിന്നെ ഹീറ്റ് സിങ്ക്, അത് ഒരു അലുമിനിയത്തിൻ്റെ പീസാണ്. നിങ്ങൾക്കത് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി അതും അവിടെ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ വരുന്ന ക്വാർട്ടർ വാട്ടർ റെസിസ്റ്റൻസ്, അതിങ്ങനെ പാക്കറ്റിൽ വരും, ചെറുത് വരും. അത് വാല്യൂ പറഞ്ഞു കൊടുത്താൽ മതി. എഴുതും 10K 6 എണ്ണം വേണം, 4.7K ഒരെണ്ണം. പിന്നെ SG അഥവാ KA 2 സീരിയൽ നമ്പറിലും വരുന്നുണ്ട്. IC 3525 അതാണ് പ്രത്യേകമാണ്. 3525 അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതാണ് 3525 IC എന്ന് പറയുന്നത്. ഇത് സർക്യൂട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലീനായിട്ട് ഓരോ പിന്നും ഞാൻ പരിചയപ്പെടുത്താം. പിന്നെ അടുത്തത് LED. നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേഷൻ പവർ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു LED വേണം. അത് കഴിഞ്ഞാൽ പിന്നെ കപ്പാസിറ്റേഴ്സ് 1 MFD ഏതാണ്ട് ഈ ടൈപ്പ് വരും. വോൾട്ടേജ് 25 വോൾട്ട്. പിന്നെ 104 PF എന്ന് പറയും, PF കപ്പാസിറ്റർ. ഇങ്ങനെയാണ് PF കപ്പാസിറ്റർ ഇങ്ങനെയാണ് വരുന്നത്. 104 വരുന്നത്. പിന്നെ വരുന്നത് എന്താണ്? 1000 MFD, കുറച്ച് വാല്യൂ കൂടിയ കപ്പാസിറ്റർ, കുറച്ച് വലുത് 1000 MFD ഇങ്ങനെ വരും. പിന്നെ കോമൺ PCB, നമുക്കിതെല്ലാം സോൾഡർ ചെയ്യാൻ വേണ്ടി ഒരു PCB. ഇത്രയാണ് കമ്പോണൻ്റ് ലിസ്റ്റിൽ വരുന്നത്. വയറിങ്ങിൻ്റെ മുന്നോടിയായി സർക്യൂട്ട് ഡയഗ്രാം ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഒരു ഐഡിയ, ഒരു പുതിയ സർക്യൂട്ട് വെക്കേണ്ട അതെങ്ങനെ ട്രേസ് ചെയ്യുന്നു, അതിൻ്റെ കമ്പോണൻ്റ് എന്താണെന്ന്. ഇപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കാൻ പോകുന്ന ഇത്രയും കമ്പോണൻറ്റുകൾ ഈ സർക്യൂട്ടിൽ എവിടെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. വളരെ പതുക്കെ ഇതും ഒരു കോപ്പി നിങ്ങൾ വരച്ചതിന് ശേഷം കഴിയുമെങ്കിൽ പേപ്പറിലോട്ട് വരയ്ക്കുക. വരച്ചതിന് ശേഷം ഓരോ കമ്പോണൻ്റ് ഇരിക്കുന്നു, അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്,
പോസിറ്റീവിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്, നെഗറ്റീവിലോട്ടാണ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതിനാദ്യം തന്നെ എപ്പോഴും നമ്മൾ 2 റെയിൽ എന്ന് പറയും, പോസിറ്റീവ് റെയിൽ. ബാറ്ററിയിൽ നിന്ന് വരുന്ന വയറിനെ കോമൺ ബോർഡിൽ 2 വയർ നീളത്തിൽ കൊടുക്കുക. ഒന്നൊരു റെഡ് പേന കൊണ്ട് മാർക്ക് ചെയ്തിട്ട് പോസിറ്റീവ് റെയിൽ എന്ന് പറയാം, താഴെ നമുക്ക് നെഗറ്റീവ് റെയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ കമ്പോണൻ്റ് ഓരോ പിന്നും എവിടെയാണോ കൊടുക്കേണ്ടത് അത് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയും. ഇതിൻ്റെ ഓരോ പിന്നും എടുത്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പിൻ ഐസിയുടെ പിൻ നമ്പർ 1 ഇവിടെ പിൻ നമ്പർ 1 ഒരു 10K റെസിസ്റ്റർ നേരെ ഗ്രൗണ്ടിലേക്ക്. ഈ ലൈൻ മുഴുവൻ നെഗറ്റീവാണ്, ബാറ്ററീൻ്റെ നെഗറ്റീവ് വരുന്ന സ്ഥലമാണിത്. അത് നേരെ ഗ്രൗണ്ടിലോട്ട് കൊടുത്തിരിക്കും. ഈ ഡോട്ട് കാണുന്ന സ്ഥലമൊക്കെ ജോയിൻ്റ് ഉണ്ട്. ഇങ്ങനെ ഡോട്ട് ഇല്ലാതെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ജോയിൻ്റ് ഇല്ല, ക്രോസ് ചെയ്ത് പോകുന്നതാണ്. പിൻ നമ്പർ 2 അതിൽ നമുക്ക് 10K നോക്കാം. 10K ഒന്നിൽ ചെയ്ത് അതുപോലെ തന്നെ അത് ഗ്രൗണ്ടിലോട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 104 കൊടുത്താൽ മതി കപ്പാസിറ്റർ. 3ഉം 4ഉം നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഐസിയുടെ പിൻ ഒഴിവാക്കുന്നു. 5ൽ നിന്ന് ഒരു 105 PF കപ്പാസിറ്ററിൻ്റെ ഒരു എൻഡ് 5ൽ കൊടുക്കുന്നു, അടുത്ത എൻഡ് ഗ്രൗണ്ട് ചെയ്യുന്നു. പിന്നെ വരുന്നത് 6ൽ നിന്ന് ഒരു പ്രീസെറ്റ് എന്ന് പറയും, 50K പ്രീസെറ്റ് ഞാൻ കാണിച്ചു തരാം. പ്രീസെറ്റ് ഏകദേശം ഈ ഇതാണ് പ്രീസെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് തിരിക്കാൻ കഴിയുന്ന ഒരു റെസിസ്റ്റർ, വാരിയബിൾ റെസിസ്റ്ററാണ് പ്രീസെറ്റ് എന്ന് പറയുന്നത്. പ്രീസെറ്റിൻ്റെ അത് കണക്ഷൻ്റെ സമയത്ത് കൃത്യം കാണിച്ചു തരാം. പിന്നെ 8ന്ന് ഒരു 1 MFD ഗ്രൗണ്ട് ചെയ്യണം. ഇനി ഇതിൽ പെടാത്ത പിന്നെന്ന് പറഞ്ഞാൽ 16ാമത്തെ പിന്നിന്ന് ഒരു 10K എടുത്തുകൊണ്ട് 2ാമത്തെ പിന്നിലേക്ക് കണക്ഷൻ കൊടുക്കണം. പിൻ നമ്പർ 16ഉം 2ഉം തമ്മിൽ ഒരു 10K വഴി കൊടുക്കുന്നുണ്ട്. പിന്നെ 9ൽ കണക്ഷനില്ല. 10ൽ വീണ്ടും ഒരു 10K ഗ്രൗണ്ട് എർത്ത് ചെയ്യുന്നു. 11ൽ ഒരു 10 ohms വഴി, ഇതാണ് മോസ്ഫെറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന. ഇവിടെ P75N ആണ് യൂസ്, നമുക്ക് Z44 മതി, അതാണ് ഈസിലി അവൈലബിൾ. 2 മോസ്ഫെറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഡ്രെയിൻ സോഴ്സ് കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഗേറ്റിലോട്ട് 10 ohms വഴി കൊടുക്കുന്നു. ഏത് പിന്നെന്ന്? 11ാമത്തെ പിന്നെന്ന്. 14ാമത്തെ പിന്നെന്ന് 10 ohms ഒരു 10K വഴി കൊടുക്കുന്നു. ഇവിടുന്ന് ഒരു 10K ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇവിടുന്നും ഒരു 10K ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു ഗേറ്റിൽ നിന്ന് 10 ohms വഴി. 15, 13 തമ്മിൽ ഷോർട്ടാണ്. ഇവിടെ ഷോർട്ട് 15ഉം 13ഉം ഷോർട്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു 104 PF കപ്പാസിറ്റി എടുത്ത് 12ലേക്ക് കൊടുത്തിരിക്കുന്നു. 12 ഡയറക്റ്റ് എർത്താണ് ഗ്രൗണ്ട്, ഐസിയുടെ പവർ സപ്ലൈ. പിന്നെ അതേ 15ാമത്തെ പോയിൻ്റിൽ തന്നെ പോസിറ്റീവ് നേരിട്ട് കൊടുക്കുന്നത്. ഇവിടെയാണ് 12 വോൾട്ട് പോസിറ്റീവ് വരുന്നത്. ഇവിടെ ഒരു 4.7K LED നമുക്കിവിടെ പവർ ഉണ്ട് എന്നറിയാം, ഇൻഡിക്കേഷന് വേണ്ടി മാത്രമാണ്, ഇതിൻ്റെ ഭാഗമല്ല. ജസ്റ്റ് ഇവിടെ ബാറ്ററി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ LED ഓൺ ആവാൻ വേണ്ടി LED-ൻ്റെ ഒരു എൻഡ് ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നു, ഒരു എൻഡ് 4.7K വഴി പോസിറ്റീവ് കൊടുക്കും. ഫിൽറ്റർ കപ്പാസിറ്റർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1000 MFD കപ്പാസിറ്റർ, വോൾട്ടേജ് വേരിയേഷനൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു ഫിൽറ്റർ കപ്പാസിറ്ററും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ഞാൻ ആദ്യം കാണിച്ച പോലെ ഓരോ ട്രാൻസ്ഫോമറിലേക്ക് മാറി മാറി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോസ്ഫെറ്റ് എന്നാണ് കൊടുക്കുന്നത്, നേരിട്ടല്ല കൊടുക്കുന്നത്. അതാണ് ഈ മോസ്ഫെറ്റിലേക്ക് അവിടെ പോസിറ്റീവ് കിട്ടാൻ വേണ്ടി ഈ ട്രാൻസ്ഫോമറിൻ്റെ നടുക്ക് പോസിറ്റീവ് കൊടുക്കണമെന്ന് ഞാൻ ആദ്യം കാണിച്ചിരുന്നു. ആ പോസിറ്റീവ് ട്രാൻസ്ഫോമറിൻ്റെ കോയിൽ വഴി വന്ന് ഇവിടെ നമ്മളെ മോസ്ഫെറ്റിന് കിട്ടുന്നു. അതേപോലെ ഇതുവഴി വന്ന് ഈ മോസ്ഫെറ്റിനും കിട്ടുന്നു. ഇനി ഇതിൻ്റെ ബേസിലോട്ട് സ്വിച്ചിങ്ങിന് വേണ്ട പൾസാണ് ഇവിടെ നിന്നും പിൻ നമ്പർ 14ലും 11ലും മാറി മാറി കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ലോഡ് മുഴുവൻ ഇതാണ്. ഈ സ്റ്റേജിന് ഡ്രൈവർ സ്റ്റേജ് എന്ന് പറയും, മോസ്ഫെറ്റ് ഡ്രൈവർ സ്റ്റേജ് എന്നാണ് ഇത് പറയുന്നത്. ഇത് ഫ്രീക്വൻസി ജനറേറ്റർ, നമ്മൾ ഓസിലേറ്റർ ഇങ്ങനെ 12 വോൾട്ടിനെ 50 ഹെർട്സോ 60 ഹെർട്സോ 100 ഹെർട്സോ ആക്കി മാറി മാറി ഓരോ പിന്നിലും 14 ആൻഡ് 11 അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുക്കാൻ വേണ്ടി ഈ IC ഉപയോഗിക്കുന്നു. അപ്പോൾ മോസ്ഫെറ്റിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആ മോസ്ഫെറ്റാണ് ട്രാൻസ്ഫോമറിനെ ഡ്രൈവ് ചെയ്യുന്നത്. കാര്യം വലിയ ആംബിയർ, ഇതിനകത്ത് മില്ലി ആംസിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. 5 വോൾട്ട് അല്ലെങ്കിൽ 6 വോൾട്ടാണ് ഇവിടെ ഔട്ട് വരുന്നത്. ഇതിനെ സംബന്ധിച്ച് നമുക്കൊരു 9 വോൾട്ട് വരെ ഔട്ട് വേണം ഇത് വർക്ക് ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് കൂടിയ ആംബിയർ, ഇപ്പോൾ 2 ആംബിയറിൽ 3 ആംബിയർ 10 ആംബിയർ ഒക്കെ താങ്ങണമെങ്കിൽ അതിനാണ് ഡ്രൈവർ സ്റ്റേജ്. അപ്പോൾ ഡ്രൈവർ സ്റ്റേജ് കൊടുത്തതിന് ശേഷം അതിനെ സ്വിച്ചിങ് ചെയ്യിക്കാനാണ് ഈ ഓസിലേറ്റർ സെക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ 12 വോൾട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുയോജ്യമായ AC 12 വോൾട്ട് ഹൈ ആംബിയറിൽ ഇവിടെ സ്വിച്ചിങ് നടക്കും. പ്രൈമറിയിൽ ഇവിടെ സ്വിച്ചിങ് നടക്കുമ്പോൾ സെക്കൻഡറിയിൽ നമുക്ക് ബൾബ് ഹോൾഡറോ എന്തെങ്കിലും കൊടുത്ത് ഇവിടുന്ന് AC ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെയാണ് ഈ സർക്യൂട്ടിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കംപ്ലീറ്റ് വയറിങ്ങിലേക്ക് കടക്കുന്നു. പിൻ നമ്പർ 1, 2, 3. ഒന്നിൻ്റെ ഈ ഒന്നാമത്തെ പിൻ, ഈ പിന്നാണ് ഗേറ്റ് പിൻ എന്ന് പറയുന്നത്.
ഇവിടെയാണ് നമ്മൾ പൾസ് കൊടുക്കേണ്ടത്. 3525 IC എന്ന് വരുന്ന പൾസ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഡ്രെയിൻ ഇതിലേക്കാണ് ട്രാൻസ്ഫോമർ വഴി പോസിറ്റീവ് കിട്ടേണ്ടത്. 12 വോൾട്ട് ട്രാൻസ്ഫോമറിൻ്റെ കോയിൽ വഴി ഡ്രെയിനിൽ പിൻ നമ്പർ 2, അതായത് നടുക്കുള്ള പിന്നിലാണ് കിട്ടേണ്ടത്. 3 സോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഗ്രൗണ്ട് നെഗറ്റീവിൽ കൊടുക്കുന്നു. ട്രാൻസിസ്റ്ററുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം, ഇതിനെ ബേസ് എന്ന് വിളിക്കാം, ഇതിനെ കലക്ടർ എന്ന് വിളിക്കാം, ഇതിനെ എമിറ്റർ എന്ന് വിളിക്കാം. മോസ്ഫെറ്റുകളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും പറയുന്നത് ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ് എപ്പോഴും ഗ്രൗണ്ട് ആയിരിക്കും ഇതിൻ്റെ, ഈ ടൈപ്പിൻ്റെ. പിന്നെ പാക്കേജ് എന്ന് പറഞ്ഞാൽ TO220 പാക്കേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ PCB ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നുകൾ തമ്മിലുള്ള അകലം കിട്ടാൻ വേണ്ടിയുള്ളതാണ് പാക്കേജ് വരുന്നത്. ഇത്രയാണ് Z44 മോസ്ഫെറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഇൻവെർട്ടറിൻ്റെ സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി 50 Hz ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന IC. ഇതിൻ്റെ നമ്പറാണ് SG3525 3525. അതുതന്നെ KA സീരിയലിലും വരുന്നുണ്ട്, KA3525. ഈ ഒരു IC മാത്രം മതി നമുക്ക് നിർമ്മിക്കാൻ. ഈ IC നമ്മൾ ചെയ്യുന്ന സമയത്ത് നേരിട്ടത് ഉപയോഗിക്കാതെ ഇതുപോലെ ഒരു ഹോൾഡറും കൂടി യൂസ് ചെയ്യുക. ഹോൾഡർ ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് IC നമ്മൾ നേരിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നത് അഴിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഹോൾഡർ വെച്ചതിന് ശേഷം IC ഇത് 16 പിൻ IC ആണ്. അപ്പോൾ അതുകൊണ്ട് 16 പിന്ന് തന്നെ 16 പിൻ IC ആയതുകൊണ്ട് ഹോൾഡറും 16 പിന്നിൻ്റെ വാങ്ങാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഒരു കട്ട് കാണാൻ പറ്റും, ഒരു കുഴി. അപ്പോൾ ഈ ഭാഗത്ത് ഇതിൻ്റെ തൊട്ട് ഇവിടെയാണ് പിൻ നമ്പർ 1 വരുന്നത് ഇടതുവശത്ത്. ICയിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാ തൊട്ടടുത്ത് ചെറിയൊരു പോയിൻ്റ് മാർക്ക് കാണാം ഇവിടെ. ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ഒരു ഡോട്ട്. ഏതൊരു ICക്കും പിൻ നമ്പർ 1 ഇവിടെ മാർക്ക് ചെയ്തിരിക്കും, ഒരു ചെറിയ ഡോട്ടായിട്ട് മാർക്ക് ചെയ്തിരിക്കും. ഇതാണ് 1. അപ്പോൾ അങ്ങനെ 1 വരുന്ന സമയത്ത് എങ്ങനെ കണക്കാക്കും? പിന്നീട് നമ്മൾ പിന്നെണ്ണുന്നത് ഇങ്ങനെ വരും. ഇവിടെ 1 ആണെങ്കിൽ 1 2 3 4 5 6 7 8, ഇവിടെ 8. പിന്നെ അതുപോലെ തിരിച്ച് ഇവിടെ 9 വന്നതിന് ശേഷം ഇവിടെ 16 എത്തും. അപ്പോൾ 1ൻ്റെ നേരെ ഓപ്പോസിറ്റ് എപ്പോഴും 16 ആയിരിക്കും. ഈ IC ഇതാണ് PCBയിലൊക്കെ വെച്ച് സോൾഡർ ചെയ്യുക. സോൾഡർ ചെയ്തതിന് ശേഷം എല്ലാ വർക്കും കഴിഞ്ഞ് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇതുപോലെ ഈ സോക്കറ്റിലേക്ക് പ്രസ് ചെയ്തിട്ടാൽ മതി. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ലോക്കായി. പിന്നെ എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റും. ആ ഒരു സൗകര്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ IC ബേസ് അഥവാ IC ഹോൾഡർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കംപ്ലീറ്റ് വയറിങ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ കമ്പോണൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞതുപോലെ നിങ്ങൾ കടയിൽ നിന്ന് ആദ്യം വാങ്ങേണ്ടത് ട്രാൻസ്ഫോമർ. മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ കൂടെ ട്രാൻസ്ഫോമർ. അത് വാങ്ങേണ്ടത് പ്രത്യേകിച്ച് 12012 എന്ന് വെച്ചാൽ അതുപോലെ 3 ടാപ്പിംഗ് വരും. സെൻറ്ററിൽ 3 ടാപ്പിംഗ്, സെൻറ്ററിൽ ഒരു കമ്പിയും ഇതുപോലെ 2 കമ്പിയും വരും. ഇത് 0 എന്ന് കണക്കാക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് 12 വോൾട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് 12 വോൾട്ട്. ഇത് പ്രൈമറി 230 വോൾട്ട് നമ്മൾ AC കൊടുക്കേണ്ട സ്ഥലം. ഇനി ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഇത് 2 ആമ്പിയർ വാങ്ങാം, അല്ലെങ്കിൽ 3 ആമ്പിയറോ ഏത് വാങ്ങിയാലും കുഴപ്പമില്ല. ചെറിയ വാട്ട്സിൽ വ്യത്യാസം വരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരു 2 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് 12012. ഇനി അളക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൾട്ടിമീറ്ററിന് 2 രീതിയിൽ അളക്കാം. ആദ്യം നമ്മളിതിലേക്ക് പ്രൈമറിയിൽ 230 വോൾട്ട് AC കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ട് മീറ്ററിൽ വെച്ചുകൊണ്ട് ഇവിടെ വോൾട്ട് മീറ്ററിൻ്റെ പ്രോബ് കൊടുക്കുന്നു. സെൻട്രൽ കൊടുത്തു കഴിഞ്ഞ് വോൾട്ട് റേഞ്ചിലിട്ടാൽ ഇവിടുന്ന് ഇങ്ങോട്ട് 12 വോൾട്ട് ഉണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ടും 12 ഉണ്ടാവും. ഇത് ഒഴിവാക്കി ഇത് രണ്ടും തമ്മിലാണ് അളക്കുന്നതെങ്കിൽ 24 വോൾട്ട് ആയിരിക്കും. നമുക്ക് 12 വേണ്ടത്. 24 എന്ന് പറയുമ്പോൾ ആമ്പിയർ പകുതിയായി പോകും. 2 ആമ്പിയറിൻ്റെത് 1 ആമ്പിയറേ ഉണ്ടാവും 24 വോൾട്ട് എടുക്കുന്ന സമയത്ത്. കുറച്ച് 12 എടുക്കുകയാണെങ്കിൽ 2 ആമ്പിയർ കിട്ടും. 0 12 ഇവിടുന്ന് 0 12. ഇനി 230 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ട് റേഞ്ചിൽ അളക്കേണ്ടത് പറഞ്ഞു. ഇനി കണ്ടിന്യൂറ്റി ടെസ്റ്റിംഗ്, അതിന് മൾട്ടിമീറ്ററിൻ്റെ ഏതെങ്കിലും ഒരു K20K ഏതെങ്കിലും റേഞ്ചിൽ ഇട്ടതിന് ശേഷം കണ്ടിന്യൂറ്റി മീൻസ് നിങ്ങൾ ആദ്യം തന്നെ ഇതിൻ്റെ സെൻട്രൽ കണക്ഷൻ കൊടുക്കുന്നു. സെൻട്രൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 വയറും തമ്മിൽ കണ്ടിന്യൂറ്റി വേണം. നമുക്ക് നോക്കാം, കണ്ടിന്യൂറ്റി ഉണ്ട് നോക്കാം. ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂറ്റി 0ലേക്ക് വന്നു, ഏതാണ്ട് വന്നു. അപ്പോൾ ആ കോയിൽ ഓക്കെയാണ്. ഇനി ഈ കോയിൽ ഓക്കെയാണ് നോക്കാം, ഇതും ഓക്കെയാണ്. ഇനി നോക്കേണ്ടത് ഇത് സെക്കൻഡറി ആണല്ലോ. ഇപ്പം ഇതും ഈ ബോഡിയും നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുക. അപ്പോൾ ഒരു കോണ്ടാക്റ്റും ഉണ്ടാവരുത്. ബോഡിയിൽ ഷോക്ക് ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക ബോഡിയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡറി ഇപ്പോൾ ഓക്കെ. ഇനി നമ്മൾ പ്രൈമറിയും കൂടി ടെസ്റ്റ് ചെയ്യാം. നേരെ തിരിച്ച് വെക്കുന്നു, അത് പഴയതുപോലെ തന്നെ. ഏതെങ്കിലും ഒന്നിലോട്ട് നമ്മളിവിടെ ലീഡ് ഇങ്ങനെ കൊടുക്കുന്നു. പിന്നെ അതർ എൻഡിൽ കൊടുക്കുന്ന സമയത്ത് 0 മീറ്ററിൽ 0 വരെ വരാം, അല്ലെങ്കിൽ ഇതിൽ കുറച്ച് K കൂടുതൽ കാണിക്കും. അതിന് കോയിൽസിൻ്റെ ടേൺസ് കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ അതിൻ്റേതായ ഓംസ് കാണിക്കും. അതുപോലെ തന്നെ ഇതും ബോഡിയും തമ്മിൽ
ടച്ച് ഉണ്ടോ എന്ന് പ്രത്യേകിച്ച് നോക്കണം. ഇല്ല, ബോഡിയും തമ്മിൽ ടച്ചിന് നമുക്ക് തൊടുമ്പോൾ ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ഈ ട്രാൻസ്ഫോമർ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ഇനി നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ടെസ്റ്റിംഗ് പഠിച്ചു, ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് പഠിച്ചു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ ഏത് പ്രോജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിന് വേണ്ട ഓരോ കമ്പോണൻറ്റും ഭംഗിയായി പഠിച്ചാൽ മതി. ആദ്യമേ എല്ലാ കമ്പോണൻറ്റും കൂടി പഠിക്കേണ്ട എന്ന് പറയാനുള്ള കാര്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രാൻസ്ഫോമർ മനസ്സിലായി കഴിഞ്ഞു. ഇനി അടുത്തത് പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് പ്രൈമറിയും സെക്കൻഡറി ഒന്നുമില്ല. പൊതുവേ നമ്മളിവിടെയൊക്കെ 230 വോൾട്ട് ആയതുകൊണ്ട് 230 വോൾട്ട് പ്രൈമറി അണ്ടർസ്റ്റുഡാണ്, സെക്കൻഡറിയാണ് നമ്മൾ പറയുക. നമ്മൾ ഈ പ്രോജക്റ്റിൽ നമ്മൾ നേരെ തിരിച്ചു കൊടുക്കുന്നു. തിരിച്ച് മീൻസ് യൂസർ നമ്മളാണ് തീരുമാനിക്കുക ഇത് പ്രൈമറി ആവണോ സെക്കൻഡറി ആവണോ. ഇവിടെ ഇതിലെ സെക്കൻഡറി എന്ന് പറയുന്നത് ഞാൻ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നു. ഐ മീൻ നമ്മളിവിടെയാണല്ലോ ബോർഡിൽ നിന്ന് വരുന്ന 12 വോൾട്ട് സ്വിച്ചിങ്ങിന് വേണ്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ 12 വോൾട്ട് സർക്യൂട്ട് വഴി സ്വിച്ചിങ് ചെയ്ത് AC ആക്കി കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് 230 വോൾട്ട് കിട്ടും. ഇതാണ് സോക്കറ്റിലേക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് TVയോ കമ്പ്യൂട്ടറോ ഒക്കെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെക്കൻഡറി എന്ന് പറയുന്നത്. ഇതിന് ഇൻവെർട്ടർ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ഇപ്പം നമുക്കിവിടെ ഇത് പ്രൈമറിയും ഇത് സെക്കൻഡറിയാണ്. മറിച്ച് നിങ്ങളിത് എലിമിനേറ്റർ ഉണ്ടാക്കാൻ 12 വോൾട്ട് അല്ലെങ്കിൽ 14 വോൾട്ട് ബാറ്ററി ചാർജ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ 230 വോൾട്ടാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രൈമറി ആവും, ഇത് സെക്കൻഡറി ആയി മാറും. നമ്മളെ സംബന്ധിച്ച് ഇതാണ് ഇവിടെ പ്രൈമറി 12012. ഇനി ഇതെങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു സർക്യൂട്ട് ബോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ബോർഡ് കംപ്ലീറ്റ് വിവരിച്ച് തരാം. അത് നമുക്ക് വയറിങ് ചെയ്യാം. ഏകദേശം ഇത് സർക്യൂട്ട് ബോർഡല്ല എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബോർഡ് എടുത്തു എന്ന് വിചാരിച്ചു. ആ സർക്യൂട്ട് ബോർഡ് ഇതുപോലെ നമുക്ക് 2 ഇൻപുട്ട് എന്ന് വെച്ചാൽ ബാറ്ററിയിൽ നിന്ന് 12 വോൾട്ട് കൊടുക്കാൻ ഒരു കണക്ടർ ഉണ്ടാവും. ഇവിടെ 3 പിൻ ഉണ്ടാവും. 3 പിൻ മീൻസ് ഇതിലേക്ക് കൊടുക്കാൻ, ഒന്ന് സെൻറ്ററിൽ 2ലും കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിലേക്ക് 12 വോൾട്ട് DC കൊടുക്കുമ്പോൾ ഇത് 12 വോൾട്ട് AC ആക്കി ഇതിലേക്ക് കൊടുക്കും. ഈ ബോർഡല്ല, ഞാൻ പ്രത്യേകം പറയും, നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ്, ആ ബോർഡ് വയറിങ് ചെയ്യും, അപ്പോൾ മനസ്സിലാവും. അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നു. ഇവിടെ 12 വോൾട്ട് DC ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ 3 ലീഡിലൂടെ ഇതിലേക്ക് സ്വിച്ചിങ് ആക്കി കൊടുക്കും. 12 വോൾട്ട് AC ആക്കി കൊടുക്കും. ആ AC നമുക്കിവിടെ 230 വോൾട്ട് AC ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം. ബാറ്ററി ഞാൻ വലിയ ബാറ്ററി എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നില്ല. ഏതെങ്കിലും ബാറ്ററി, എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ആണല്ലോ. ചുവപ്പ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ ബാറ്ററി വെച്ച് അതിന് വയറെടുത്തതിന് ശേഷം, അപ്പോൾ ബാറ്ററി നല്ല ഇവിടെ കൊടുക്കുന്നത് ബോർഡിൽ നിന്നാണ്. അപ്പോൾ ആ ബോർഡ് എങ്ങനെയാണ് ഇതിലേക്ക് സപ്ലൈ കൊടുക്കുന്നത്, ബോർഡിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോർഡിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഇവിടെ ഇതിനകത്ത് പോസിറ്റീവാണ് കൊടുക്കുന്നത്, ഈ സെൻറ്റർ പിന്നിൽ. അതിൻ്റെ കാര്യം നമ്മൾ മോസ്ഫെറ്റിലേക്ക് ഡ്രൈവറിലേക്ക് പോകുന്നത് ഈ 2 ലീഡ് ആയതുകൊണ്ട് ആ മോസ്ഫെറ്റിലേക്ക് സപ്ലൈ കിട്ടാൻ വേണ്ടി സെൻട്രൽ പോസിറ്റീവ് കൊടുത്തത്. ഇനി ഈ നെഗറ്റീവ് വയറാണ് ഈ 2 ലീഡിലും മാറി മാറി കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്നും കൂടി നോക്കാം. ആദ്യം തന്നെ ഈ നെഗറ്റീവ് ലീഡിൽ നിന്ന് നെഗറ്റീവ് വരാമെന്ന് വെച്ചു. നെഗറ്റീവ് ഇതിലേക്ക് കൊടുക്കുന്നു. ഒരു സെക്കൻഡാണ്, ഉടൻ തന്നെ അത് മാറി ഇങ്ങോട്ട് കൊടുക്കുന്നു, വീണ്ടും ഇങ്ങോട്ട് കൊടുക്കുന്നു, വീണ്ടും ഇങ്ങോട്ട് മാറി. ഇങ്ങനെ നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ മാറി മാറി കൊടുക്കാം. എത്ര പ്രാവശ്യം കൊടുക്കാം? കൂടി വന്നിട്ട് 4 or 5 പ്രാവശ്യം അല്ലെങ്കിൽ 6 പ്രാവശ്യം അത്രേ കൊടുക്കാൻ പറ്റൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് മിനിമം ഒരു 50 കിട്ടണം. അപ്പം ഒരു സെക്കൻഡിൽ ഇങ്ങനെ 50 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന് 50 ഹെർട്സ് അഥവാ 50 ഹെർട്സ് എന്ന് പറയുന്നത്. ഇൻവെർട്ടറിനെ സംബന്ധിച്ച് 50 വേണമെന്നില്ല, കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. 60 അല്ലെങ്കിൽ 100 ആ ഫ്രീക്വൻസിയൊക്കെ കൂടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യും, നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മാറി മാറി ഒന്ന് ഇതിലോട്ട് കൊടുക്കുന്നു, സെൻട്രൽ അവിടെ നിർത്തിക്കൊണ്ട് ഈ നെഗറ്റീവിനെ ഇവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. ഇങ്ങനെ മാറി മാറി കൊടുക്കുന്ന അതിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അങ്ങനെ മാറി കൊടുക്കാൻ വേണ്ടിയാണ് ആ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ SG3525 വെച്ച് ചെയ്യുന്ന സർക്യൂട്ടിൻ്റെ ജോലി ഈ കിട്ടുന്ന DC ഇങ്ങനെ കൊടുക്കുന്നതിനാണ് AC എന്ന് പറയുന്നത്. അതും 2 രീതിയിലുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മളിതിനകത്ത് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സർക്യൂട്ട് സ്ക്വയർ വേവ് എന്ന് പറയും. സ്ക്വയർ വേവ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ക്വയർ വേവിലേക്ക് നമ്മളൊരു സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇതാ ബാറ്ററിയിൽ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കിക്കോളൂ. ഇതാ സ്ക്വയർ വേവ് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുക്കുന്നു എടുക്കുന്നു. ഇതാ ഓൺ ഓഫ് ഇങ്ങനെ. അതിനിടയ്ക്കൊരവസ്ഥയില്ല. സഡൻ ഓൺ ആവുന്നു, സഡൻ ഓൺ ഓഫ് ആവുന്നു. സഡൻ ഓൺ ഡിജിറ്റലായിട്ടാണ് കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഇതിനെ സ്ക്വയർ വേവ് എന്ന് പറയുന്നത്.
ഇനി സൈൻ വേവ് എന്താണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കോഡിങ് എഴുതിയിട്ട് ഒരു ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു സോഫ്റ്റ്വെയർ, അത് കാണിച്ചു തരാം. വെറുതെ ഞാൻ ഇവിടെ ഒരു കോഡിംഗ് ഒക്കെ എഴുതിയാൽ നിങ്ങൾക്കൊരു LED യോട് വെച്ചിരിക്കാൻ കാണാൻ വേണ്ടി ജസ്റ്റ് നോക്കിക്കോളൂ. നമ്മൾ അതിലോട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ LED ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഹൈ ബ്രൈറ്റ് ആവും, ഡിം ആവും. ഇതാണ് സൈൻ വേവ് എന്ന് പറയുന്ന സാധനം. കറക്റ്റ് സൈൻ ശരിക്കും ശ്രദ്ധിച്ചോളൂ. കൂടുന്നു കുറയുന്നു, കൂടുന്നു കുറയുന്നു. ബാറ്ററി നമ്മൾ നേരിട്ട് കൊടുത്തപ്പോൾ എങ്ങനെയാണ് സഡൻ ഓൺ സഡൻ ഓഫ്. ഇവിടെ അതല്ല, ഇതാ ഇങ്ങനെ കൂടിയും കുറയും ഏറ്റവും. ദിസ് ഈസ് നോൺ എസ് സൈൻ വേവ്. ഇതാണ് പ്യുവർ സൈൻ വേവ്. ഇതിപ്പോൾ ഒരു സെക്കൻഡിലൊന്നുമല്ല, വളരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2 സെക്കൻഡ് ഡിലേയിൽ കാണാൻ വേണ്ടി, എങ്കിലേ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. ഇതാണ് സൈൻ വേവിൻ്റെ രൂപം എന്ന് പറയുന്നത്. മറ്റേത് സ്ക്വയർ വേവ്, ഡിജിറ്റൽ. ഇത് പ്യുവർ സൈൻ വേവ്. ഇനി ഇതിൻ്റെ ടൈമിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. എത്ര സ്പീഡിലാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, അതാണ് ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അത് നോക്കാം. ഇൻവെർട്ടറും UPS ഒക്കെ ചെയ്യുന്നവർക്ക് സമയത്തെക്കുറിച്ച് വളരെ കൃത്യമായൊരു ധാരണ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഈ 1, 2, 3, 4 എന്ന് എഴുതിയത് നിങ്ങളുടെ വീട്ടിലെ ക്ലോക്കാണെന്ന് വിചാരിച്ചോളൂ. ക്ലോക്കിലക്കങ്ങൾ 4 വരെ എഴുതിയുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ കൃത്യമായിട്ട് 5 ലൈൻസ്, 1, 2, 3, 4, 5. അതിലെ സെക്കൻഡ് സൂചി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സെക്കൻഡ് സൂചി അതെങ്ങനെയാണ് ചാടി ചാടി പോകുന്നത്, വളരെ സൂക്ഷിച്ച് നോക്കിക്കോളൂ. 1, 2, 3, 4, 5. അപ്പോൾ നമ്മളതിനെ 5 സെക്കൻഡ് എന്ന് വിളിക്കുന്നു. അങ്ങനെ 12 വരെ റൗണ്ട് ചെയ്ത് വരുന്നത് 12 × 5 60 സെക്കൻഡിനെ നമ്മൾ 1 മിനിറ്റ് എന്ന് വിളിക്കുന്നു. എന്നാൽ ഇവിടെ എത്തുമ്പോൾ പിക്ചർ മാറി. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് മില്ലി സെക്കൻഡ് എന്താണെന്ന് മനസ്സിലായി. ഇനി നോക്കാൻ പോകുന്ന മൈക്രോ സെക്കൻഡ്. 1000 മില്ലി സെക്കൻഡ് ഇൻറ്റു 1000 എന്ന് വെച്ചാൽ 10 ലക്ഷം മൈക്രോ സെക്കൻഡാണ് 1 സെക്കൻഡ് എന്ന് പറയുന്നത്. 1 സെക്കൻഡിനെ നമുക്ക് 2 രീതിയിൽ വിളിക്കാം. 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1000 മില്ലി സെക്കൻഡ്. 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 10 ലക്ഷം മൈക്രോ സെക്കൻഡ്. അപ്പോൾ ഒരു ക്ലോക്കിൻ്റെ ഡയലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ കുറച്ചും കൂടി ഒരു സൗകര്യമായിരിക്കും തോന്നുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ക്ലോക്ക്, ഇതിൽ നമ്മളെങ്ങനെയാണ് സമയം കണക്കാക്കുന്നത്? ബാക്കി ഹാൻഡ്സൊക്കെ സൂചികളൊക്കെ മറക്കാം. മണിക്കൂറും വേണ്ട, മിനിറ്റും വേണ്ട. നമുക്ക് സെക്കൻഡ് സൂചി മാത്രം എടുത്താൽ മതി. സെക്കൻഡ് സൂചി ഇവിടുത്തെ 0, ഇവിടെ നമുക്ക് 0 എന്ന് കണക്കാക്കാം. 12, ബാക്കി അക്കങ്ങളൊന്നുമില്ല. സാധാരണഗതിയിൽ എങ്ങനെയാണത്? ഇങ്ങനെ ചാടിച്ചാടിയല്ലേ പോകുന്നത്. നീങ്ങുക എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ജമ്പിങ് ഇഫക്റ്റ് ഉണ്ടാവും. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ്, അങ്ങനെയുള്ള 12 കളി എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് കൊണ്ടാണ് സെക്കൻഡ് സൂചി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 60 സെക്കൻഡ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത്. ഇനി ബാക്കി ഇനി എടുക്കുന്ന എല്ലാ ഉദാഹരണത്തിനും ബാക്കിയൊക്കെ വിട്ടു. ഇനി നമുക്ക് 1 സെക്കൻഡാണ് നമ്മുടെ സമയം തിരക്കുക. ഇനി എന്ത് പറഞ്ഞാലും അത് 1 സെക്കൻഡിൽ കണക്കാക്കിയാൽ മതി. അതുകൊണ്ടാണ് ഫ്രീക്വൻസിയൊക്കെ കണക്കാക്കുന്നത് 1 സെക്കൻഡിലാണ്. ഈ 60 സെക്കൻഡ് ആയതുകൊണ്ട് കാണാൻ കഴിയും. ഇനി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ 1 സെക്കൻഡിനുള്ളിൽ തന്നെ നടക്കും. അപ്പം ഇവിടുന്ന് ഈ നീഡിൽ ഇവിടെ എത്താനെടുത്ത സമയം 1 സെക്കൻഡ്. അതിനെ നമ്മൾ 1 സെക്കൻഡ് എന്ന് വിളിക്കുന്നു. ഇനി ഞാൻ ഈ നീഡിലിനോട് പറയുന്നു, പ്രോഗ്രാമിനോട് പറയുന്നു, 1 സെക്കൻഡ് സൂചിയോട് ഈ സമയത്തിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഇവിടുന്ന് ഇവിടെ എത്തുന്ന സമയം കൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ റൗണ്ട് ചെയ്ത് ഇവിടെ എത്തിയിരിക്കണം. ഈ 1 സെക്കൻഡ് കൊണ്ട് ഫുൾ റൗണ്ട് ചെയ്ത് ഇവിടെ എത്തിയിരിക്കണം. അതിനിടയ്ക്ക് എന്ത് വേണം? 1000 തവണ ചാടണം. കൃത്യം ഈ കള്ളികളുടെ എണ്ണം ഇത് മൊത്തം ഇപ്പോൾ 60 കള്ളിക്ക് പകരം 1000 ഡോട്ട്സ് മാർക്ക് ചെയ്യും. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഈ 2 വരയ്ക്കിടയിൽ ഇപ്പോൾ വരുന്നത് 1, 2, 3, 4 ലൈൻസാണ്. അതിന് പകരം ഒരു 16 പോയിൻറ്റ് സംതിങ് 16 ലൈൻസ് വരും. 16.5 ലൈൻസ് ഓരോന്നിലും വരും. അപ്പോൾ ഏകദേശം 1000 വരും. അപ്പോൾ അതും ഈ 1 സെക്കൻഡിനുള്ളിൽ 1000 തവണ ചാടി വന്ന് ഇവിടെ എത്തുന്ന ആ ഒരു ഗ്യാപ്പ്. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ 1 സെക്കൻഡ് എന്ന് വിളിച്ചുകൊണ്ട് അത്രയും പീസസ് ആക്കുമ്പോൾ ആ ഇടയ്ക്ക് വരുന്ന ചെറിയ ഗ്യാപ്പ്, മൈന്യൂട്ട് ഗ്യാപ്പിനെ വിളിക്കുന്ന സമയം, ഈ സൂചി നീങ്ങാനെടുക്കുന്ന സമയത്തിന് ആണ് നമ്മൾ പറയുന്നത് 1 മില്ലി സെക്കൻഡ്. അതിനേക്കാൾ കൂടിയ വേഗതയാണ് മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യുന്നു? ഇത് സെക്കൻഡ് തന്നെ 1 സെക്കൻഡ്. ഇപ്പം ഞാൻ 1000 ഭാഗിച്ചതിന് പകരം അതിനെ 10 ലക്ഷം പീസസ് ആയിട്ട് വായിക്കുന്നു. 10 ലക്ഷം, 10 lakhs. അപ്പം
ഇതിനിടയ്ക്ക് ഗ്യാപ്പിൽ ഏകദേശം വരുന്നത് എത്രയാണെന്ന് പറഞ്ഞാൽ 16,000, കൃത്യമല്ല 16 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ കളി ഇപ്പോൾ 5 പകരം നമ്മൾ ഈ 2 ലൈൻസിൽ 16,000 പീസസ്, ഈ 2 ഗ്യാപ്പിനുള്ളിൽ 16,000, അത്ര മൈന്യൂട്ട്, കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയില്ല, മൈന്യൂട്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് 10 ലക്ഷം ഡോട്ട്സ് ഇവിടെ വരും. അതിനും എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡ്. ഇവിടുന്ന് ആദ്യം എടുത്ത അതേ സമയം 1 സെക്കൻഡ് കൊണ്ട് ഈ 10 ലക്ഷം ഡോട്ട്സും ചാടി വന്ന് ഇവിടെ എത്തണം. അപ്പോൾ ചില കൃത്യതയ്ക്കൊക്കെ ചിലപ്പോൾ ഈ 10 ലക്ഷത്തിൽ ഒരു ഭാഗം അല്ലെങ്കിൽ 1 മൈക്രോ സെക്കൻഡ്, അതിനെ ആ ഒരു കള്ളീനെ വിളിക്കുന്നതാണ് മൈക്രോ സെക്കൻഡ് ഗ്യാപ്പ് എന്ന്. മില്ലി സെക്കൻഡിനെ 16 ഡിവൈഡ് ചെയ്തപ്പം നമ്മൾ ആ ഗ്യാപ്പിനെ വിളിച്ചത് ഒരു മില്ലി സെക്കൻഡാണ് ആ ഗ്യാപ്പ്. മൈക്രോ സെക്കൻഡ് ആകുമ്പോൾ ആ 10 ലക്ഷം ഡോട്ട്സിൻ്റെ ഇടയ്ക്ക് വരുന്ന ഓരോ ഗ്യാപ്പിനെയും ഒരു മൈക്രോ സെക്കൻഡ് എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാം, 2 മൈക്രോ സെക്കൻഡ് 10 മൈക്രോ സെക്കൻഡിനുള്ളൊക്കെ ഒരു സംഭവം കാര്യം നടക്കണം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വേഗതയിലുള്ളതാണെന്ന് മനസ്സിലാവും. ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യത്തിലാവട്ടെ, ഇതുപോലുള്ള പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴൊക്കെ ഇത് വളരെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ജസ്റ്റ് അറിവ് മാത്രം ആകുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞു തന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ സമയത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങളെ കൊണ്ടൊരു പ്രോജക്റ്റ് ചെയ്യിക്കുകയാണ്, നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഇൻവെർട്ടർ മീൻസ് ആദ്യം തന്നെ വലിയ ഇൻവെർട്ടർ അല്ല ചെയ്യേണ്ടത്, ഏറ്റവും ചെറിയൊരു ഇൻവെർട്ടർ ചെയ്യാം. ആ ചെറിയ മീൻസ് നമുക്കൊരു വളരെ ചെറുത് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ അതിനെന്തൊക്കെ വേണം? നിങ്ങൾ പാർട്സ് വാങ്ങണം. അതിനിവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ വാങ്ങേണ്ടത്. ആദ്യത്തെ ഇത് നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ പോലും ഒരു പേപ്പറിൽ എഴുതിയതിന് ശേഷം നിങ്ങൾ ഇലക്ട്രോണിക്സ് പാർട്സ് വിൽക്കുന്ന കടകളിൽ കൊണ്ടു കൊടുത്താൽ അവർ നിങ്ങൾക്ക് തരും അത്. പിന്നെ അതിൻ്റെ ഓരോ കമ്പോണൻറ്റും ഇതിൽ കൊടുത്തിരിക്കുന്ന കമ്പോണൻറ്റൊക്കെ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നിങ്ങൾ ശരിക്കും പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം നമ്മളെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന സമയത്ത് അതിന് വേണ്ട കമ്പോണൻറ്റ് കൃത്യമായി പഠിച്ച് അത് ചെയ്ത് കഴിയുന്നതോടുകൂടി അത്രയും കമ്പോണൻറ്റ് പഠിച്ചു. ഇനി പരിചയമില്ലാത്ത പുതിയ കമ്പോണൻറ്റ് വരുമ്പോൾ നമുക്കത് പഠിക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന നോക്കൂ, എന്താണ് 12012, അത് 1 ആമ്പിയറോ 2 ആമ്പിയറുള്ള ട്രാൻസ്ഫോമർ. അതെ, പിന്നെ വേണ്ടത് IRF Z44 മോസ്ഫെറ്റ് 2 എണ്ണം, ഹീറ്റ് സിങ്ക് 1, പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുമെങ്കിൽ മൈക്ക വാഷർ 2. ബിഗിനേഴ്സ് മൈക്ക വാഷർ വാങ്ങി അത്ര ആവണമെന്നില്ല, അതിന് എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. മൈക്ക വാഷർ വേണം. പിന്നെ ക്വാർട്ടർ വാട്ടർ റെസിസ്റ്റർ, അത് 10Kൻ്റെ 6 എണ്ണം, 4.7K വാല്യൂ 1. പിന്നെ IC, നമുക്ക് പ്രധാനപ്പെട്ട IC ഇതിന് ഉപയോഗിക്കുന്നത് SG എന്നാണ് അതിൻ്റെ ശരിക്കുള്ള സീരിയൽ വന്നിരുന്നത്. SG 3525 3525. ഇപ്പോൾ അത് KA സീരിയലും വരുന്നുണ്ട്. SG ഓർ KA, അതിൽ 3525 IC 1, ഒരു 15 രൂപ എങ്ങനെ വരുള്ളൂ അതിന്. പിന്നെ ഒരു LED, ഒരു ഇൻഡിക്കേഷൻ LED 1. കപ്പാസിറ്റേഴ്സ് ഏതൊക്കെ വേണം? 1 MFD 25 വോൾട്ട് ഒരെണ്ണം വേണം, മെയിൻ അത് മതി. അതിന് 100 MFD ഇപ്പോൾ ആവശ്യമില്ല. പിന്നെ PF കപ്പാസിറ്റർ 104 അഥവാ 10K PF 2 എണ്ണം, 1000 MFD 25 വോൾട്ട് ഒരു കപ്പാസിറ്റർ. ഇത് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഇരുന്നോട്ടെ, പഠിക്കുമ്പോൾ അതും കൂടി പഠിച്ചിരിക്കാമല്ലോ. പിന്നെ കോമൺ PCB അല്ലെങ്കിൽ ബ്രെഡ് ബോർഡ്, കോമൺ PCB 1. പിന്നെ സോൾഡറിങ് ആൻഡ് ലെഡ് ടൂൾസ് എക്സ്ട്രാ അതിന് വേണ്ടതൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണല്ലോ. ഇനി ഇതൊന്നും വാങ്ങി ഇത്രയും സോൾഡർ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. കുറച്ചുകൂടെ എളുപ്പ വഴിയിൽ ഇതൊന്നും ഇല്ലാതെ ഇത് മൊത്തം വയറിങ് ചെയ്ത മോഡ്യൂളായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ പേരാണ് SG3525 മോഡ്യൂൾ. നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് SG3525 മോഡ്യൂൾ ഓൺലൈൻ പർച്ചേസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറേ ഫോട്ടോസും അതിൻ്റെ വാല്യൂം വരും. അപ്പോൾ അവർക്ക് അതിൻ്റെ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് വീട്ടിൽ സാധനം എത്തിക്കിട്ടും. അപ്പോൾ കണക്ഷൻ കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക്. ഇതാണ് അതിൻ്റെ ചിത്രം. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇവിടെ 12 വോൾട്ട് ഇവിടെ നേരിട്ട് കൊടുത്താൽ മതി. ICക്ക് വേണ്ടതായ വോൾട്ടേജ് ചുരുക്കി 5 വോൾട്ടാക്കി റെഗുലേറ്റർ IC കൊടുത്തോളും. ഇവിടെ ഒരു കോമൺ കണക്ഷൻ കഴിഞ്ഞാൽ 3 ട്രാൻസ്ഫോമറിലോട്ടുള്ള കണക്ഷൻ ഇവിടെയും കൊടുക്കുക. വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ബാക്കിയൊന്നും നിങ്ങൾ വയർ ചെയ്യേണ്ട, ഒക്കെ ഇതിനകത്ത് റെഡിമെയ്ഡ്. പണ്ട് കാലത്തൊന്നും ഇതില്ല, ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. പിന്നെ ഈ 2 നീല ഇതിനിങ്ങനെയാണ് മൾട്ടി ടേൺ പ്രീസെറ്റ് എന്ന് പറയും. ആക്ച്വലി ഇതൊരു റെസിസ്റ്ററാണ്, 47K അല്ലെങ്കിൽ 10K 5K റെസിസ്റ്റർ. പക്ഷേ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ക്രൂവിൽ തിരിച്ച് വളരെ പതുക്കെ മൈന്യൂട്ടായിട്ട് ഒരുപാട് തിരിക്കണം. അതാണ് മൾട്ടി ടേൺ. പെട്ടെന്നല്ല, അത്ര മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തിരിച്ചതിൻ്റെ വാല്യൂ. ഇപ്പോൾ 47K ആണെങ്കിൽ അത് 1K 2K 3K അങ്ങനെ 47K വരെ എത്താനും അതിൻ്റെ താഴോട്ട് കുറയ്ക്കാനും പറ്റും. അതാണ് രണ്ടും. ഇത് ഇവിടെ എന്താ ആവശ്യത്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എണ്ണത്തെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി 50 ഹെർട്സ് വേണോ, 60 ഹെർട്സ് വേണോ, 100 ഹെർട്സ് വേണോ, അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് തിരിച്ച് സെറ്റ് ചെയ്യാം. പിന്നെ വിഡ്ത്ത്
വിഡ്ത്ത് മീൻസ് ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജിൽ വേരിയേഷൻ, ചെറിയ വോൾട്ടേജിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെ 2 പ്രീസെറ്റോട് കൂടി റെഡിമെയ്ഡ് ബാറ്ററിയിൽ. അപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ നിങ്ങൾ മനസ്സിലായല്ലോ, അത്രയേ ഉള്ളൂ ടെസ്റ്റ് ചെയ്യാനുള്ള പണി. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഇതാണ് നമ്മളെ സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത്. സർക്യൂട്ട് ഇതിനകത്ത് പ്ലസ്സും മൈനസും ഇതുപോലെ 2 കണക്ടർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒരു കണക്ടർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്യാം. അതുപോലെ ഈ ICയുടെ പിൻ നമ്പർ 1, അതുപോലെ പിൻ നമ്പർ 8, പിൻ 9, 16 ഇതൊക്കെ ഇവിടെ വൈറ്റ് മാർക്കർ കൊണ്ട് എഴുതണം. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് എപ്പോഴും ഇതിങ്ങനെ തിരിച്ച് പിടിച്ചൊക്കെ നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് മാറിപ്പോവും. അതുപോലെ പോസിറ്റീവ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ മുഴുവൻ ഒരു കമ്പി കൊണ്ട് ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് അതിനെ പോസിറ്റീവ് കൊടുക്കുക, ഈ ലൈൻ മുഴുവൻ നെഗറ്റീവ് ലൈൻ ഇവിടെ നെഗറ്റീവും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കമ്പോണൻറ്റും ചെക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പിന്നെ ആദ്യം തന്നെ എല്ലാ കണക്ഷനും കൂടി ഒന്ന് ഒരുമിച്ച് ചെയ്ത് IC ഹോൾഡറിൽ നിന്ന് മാറ്റുക. IC ഇല്ലാതെ ബേസ് മാത്രമാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് ഈ LED-യും റെസിസ്റ്ററും കൊടുക്കുക. ഇതിൻ്റെ LED-ൻ്റെ പോസിറ്റീവിലോട്ട് കൊടുക്കുന്നു. ഗ്രൗണ്ട് ഒരു 4.7K വഴി സർക്യൂട്ട് നെഗറ്റീവും കൊടുക്കുന്നു. അതിൻ്റെ ബാറ്ററി സപ്ലൈ ഒന്ന് കൊടുത്ത് നോക്കുക. അപ്പോൾ ഇത് ഓൺ ആവണം. സപ്പോസ് തിരിഞ്ഞു പോയാൽ കത്തില്ല, അതുപോലെ നിങ്ങൾ കണക്ഷൻ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കത്തില്ല, അങ്ങനെയൊക്കെ വരാം. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കൊടുക്കുമ്പോൾ ഈ പൊളാരിറ്റി നോക്കി നെഗറ്റീവിൻ്റെ ഭാഗത്ത് വരണം. പിന്നെ റെസിസ്റ്ററൊക്കെ അതാത് വശത്തേക്ക് ഓരോ സ്റ്റേജും വയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കുക സപ്ലൈ. എന്നിട്ട് ആ വോൾട്ടേജ് അവിടെ വരേണ്ടതായ വോൾട്ടേജ് ഉണ്ടോ എന്ന് പിന്നിൽ നോക്കിയതിന് ശേഷം കൺഫേം ചെയ്യുക. ഒരുമിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോൾട്ട് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരും. അതിന് എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അതിൽ പറഞ്ഞ 2 ഹീറ്റ് സിങ്ക്, ഒരു ഹീറ്റ് സിങ്കിൽ ഒരു മോസ്ഫെറ്റ് കൊടുത്തു, വേറൊന്നിൽ കൊടുത്തു. ഇനി ഇതിലോട്ട് എന്ത് വേണം, ട്രാൻസ്ഫോമറിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ പിന്നെ ട്രാൻസ്ഫോമറിൽ സെൻറ്റർ പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗം നോക്കിയതിന് ശേഷം ഇങ്ങോട്ട് വരാം. ബൾബ് സെക്കൻഡറി 230 സ്ഥാനത്ത് നമ്മൾ നേരിട്ടൊരു ബൾബ് ഹോൾഡറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബൾബ് കൊടുത്ത് വെച്ചിരിക്കുന്നു. ഇതാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. പ്രൈമറിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ നീല കളറിൽ കാണുന്നതാണ് സെൻറ്റർ പിന്നും 2 വൈറ്റ് 2 വശത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് പോസിറ്റീവ് കൊടുക്കണം. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഞാൻ ഈ ബോർഡിൽ നിന്നുള്ള പോസിറ്റീവ് നിങ്ങൾക്ക് കാണാം. പോസിറ്റീവ് ഭാഗത്ത് നിന്ന് ഒരു വയർ എടുത്തിരിക്കുകയാണ്. അത് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻറ്റർ പിന്നിലോട്ട് കൊടുക്കുന്നു. സെൻട്രൽ പിൻ കൊടുത്തു. ഇപ്പോൾ ഈ പോസിറ്റീവ് കോയിൽ വഴി ഇവിടെയും വന്ന് നിൽക്കുന്നുണ്ട്, ഇവിടെയും വന്ന് നിൽക്കുന്നത്. 2 അറ്റത്തും ഇപ്പോൾ വളർന്ന് നോക്കിയാൽ മീറ്ററിൽ പോസിറ്റീവ് 12, നെഗറ്റീവ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് കിട്ടും. ഈ ഒരു പോസിറ്റീവ് വലതുവശത്തുള്ള മോസ്ഫെറ്റിൻ്റെ സെൻറ്ററിലേക്ക് കൊടുത്തു. അപ്പോൾ ഇതിന് പൾസ് കിട്ടുന്ന സമയത്ത് ഈ കോയിലിൻ്റെ ഈ പകുതി കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ ഈ ഭാഗം വർക്ക് ചെയ്യില്ല. ഇനി അടുത്ത മോസ്ഫെറ്റ് എടുത്തിട്ട് ഈ കോയിലിൻ്റെ ഈ മോസ്ഫെറ്റിൻ്റെ സെൻറ്ററിലേക്ക് കൊടുത്തു. അപ്പോൾ ഇതിനും പോസിറ്റീവ് കിട്ടി. പൾസ് ഇവിടെ കിട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് പാസ്സാവും. അപ്പോൾ ഈ കോയിലിനെ സംബന്ധിച്ച് കുറച്ച് സമയത്തേക്ക് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ഒരു ഷോർട്ട് ഇഫക്റ്റ് വരുന്നു, ഒരു മിന്നൽ പോലെ. ആ സ്പാർക്കിങ്ങിലാണ് അത് സെക്കൻഡറിയിലോട്ട് ട്രാൻസ്ഫർ ആവുന്നത്. അതുപോലെ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങനെ മാറി വരുന്നു. ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇവിടെയാണ് നമുക്ക് സ്ക്വയർ വേവ് അല്ലെങ്കിൽ സൈൻ വേവ് വരുന്നത്. ആദ്യം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, പക്ഷേ ഈ സ്റ്റേജിൽ നമുക്കിനി ഇവിടെ കാണാൻ കഴിയില്ല. അതിൻ്റെ കാര്യം ഇപ്പോൾ അത് 50 ഹെർട്സ് അഥവാ 60 ഹെർട്സ്, ഒരു സെക്കൻഡിൽ 50 ഹെർട്സ് 60 ഹെർട്സ് ആകുമ്പോൾ മനുഷ്യൻ്റെ കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയും. ഒരു സംഗതി ഇപ്പോൾ മിന്നുന്നതാണെങ്കിൽ 32 അധികം തവണ മിന്നിയാൽ നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ആദ്യം പതുക്കെ മിന്നുന്നത് പോലെ തോന്നും, പിന്നെ ഒരു വൈബ്രേഷനായിട്ട് തോന്നും, പിന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ നമുക്കിവിടെ കാണാൻ പറ്റാത്തത്. ഇതിന് മൾട്ടിമീറ്റർ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന 2 ഉപകരണങ്ങളാണ്. ഒന്ന് ഫ്രീക്വൻസി മീറ്റർ, അതിൽ കൊടുത്താൽ ഇവിടെ 50 ഹെർട്സ് ആണെങ്കിൽ 50 എന്ന് എഴുതി കാണിക്കും, 60 ആണെങ്കിൽ 60. പിന്നെ CRO അഥവാ ഓസിലോസ്കോപ്പ്. ഇങ്ങനെയുള്ളതൊക്കെ പരിശോധിക്കാനാണ്, കണ്ണുകൊണ്ട് കാണാത്ത പരിശോധിക്കാനാണ് ഫ്രീക്വൻസി കൗണ്ടർ, ഓസിലോസ്കോപ്പ് മുതലായ ഉപകരണങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡറിയിൽ ബൾബ് കൊടുത്തു കഴിഞ്ഞു, ട്രാൻസ്ഫോമർ കൊടുത്തു കഴിഞ്ഞു. 2 ട്രാൻസ്ഫോമറിലേക്ക് ഡ്രെയിനിലേക്ക് 2 കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ മെയിൻ സർക്യൂട്ടിലേക്ക് നോക്കാം. ഇനിയിപ്പോൾ സർക്യൂട്ടിൽ
ഇതിനും 12 വോൾട്ട് വേണം വർക്ക് ചെയ്യാൻ. അപ്പം ഈ കണക്ടറിലേക്ക് 12 വോൾട്ട് കൊടുക്കുന്നു. ഇത് സെൻട്രലിൽ പോസിറ്റീവ് 12 വോൾട്ട് കൊടുത്തു, നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇനി ബാറ്ററി എടുത്തിട്ട് ഇതിൻ്റെ പോസിറ്റീവ് ഇതെന്ന് നോക്കിക്കോളൂ, ടെർമിനൽ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. നെഗറ്റീവ് എന്നെടുത്ത വയർ ഇത് പോസിറ്റീവ്, നെഗറ്റീവ് ഇത് ബ്ലാക്ക് വയർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വയറാണ് നെഗറ്റീവിൽ കൊടുത്തിരിക്കുന്നത്. ശരി, അപ്പോൾ നമ്മൾ ബാറ്ററീൻ്റെ നെഗറ്റീവിൽ കൊടുക്കാം. ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി വലതുവശത്ത് നിന്ന് വരുന്ന ഈ പോസിറ്റീവ് വയറാണ് വരുന്നത്. ഈ പോസിറ്റീവിലേക്ക് ഇത് കൊടുത്ത് നോക്കാം. ജസ്റ്റ് ബൾബ് ഓൺ ആയത് നിങ്ങൾക്ക് കാണാം. ഓഫ് ചെയ്തു, ഓൺ ചെയ്തു, ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു. ഇപ്പം നമ്മൾ കൈ കൊണ്ടാണല്ലോ ഈ ഓൺ ഓഫ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ ഓട്ടോമാറ്റിക് ആക്കി മാറ്റണം. അപ്പോൾ ഓട്ടോമാറ്റിക് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് റിലേ. ആ റിലേ എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അത് നോക്കാം. നമുക്ക് സർക്യൂട്ടിനെ ഓട്ടോമാറ്റിക് ആക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വിച്ചിങ് സിസ്റ്റമാണ് റിലേ. ഇതാണ് റിലേ എന്ന് പറയുന്നത്. റിലേ ഇതിനേക്കാൾ ചെറുതും കിട്ടും, വലുതും പല വ്യത്യാസത്തിൽ കാണും. ഇതിന് വേണ്ട വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ടേജ് 12 വോൾട്ട് DC ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിൽ എത്ര ആംബിയർ ഇതിലൂടെ കണ്ടക്ട് ചെയ്യാം എന്നുള്ളത് ഇവിടെ എഴുതിയിരിക്കുന്നു. 30 ആംബിയർ AC വർക്ക് ചെയ്യും. DC-യിലാണെങ്കിൽ 30 amps 28 വോൾട്ട് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് അടിവശം PCBയിലോട്ട് സോൾഡർ ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സോൾഡർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലിപ്പുകൾ വാങ്ങിയിട്ട്, ചെറിയ ക്ലിപ്സ്, ഈ ക്ലിപ്പ് ഉപയോഗിച്ച് ഇവിടെ വയറിൻ്റെ കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇതിൽ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യുക. ഒന്ന് കോമൺ, ഒന്ന് നോർമലി ക്ലോസ്ഡ്, ഒന്ന് നോർമലി ഓപ്പൺ. അതെന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ 12 വോൾട്ട് DC ആണ് ആവശ്യം. ബാറ്ററി നമുക്ക് ഒരു കണക്ഷൻ എടുത്തിട്ട് അത് പൊളാരിറ്റി ഒന്നുമില്ല. ഇവിടെ നെഗറ്റീവും പോസിറ്റീവും 12 വോൾട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ ഇതിനകത്ത് ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കാം. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ലിവറാണ്. ഇത് മാഗ്നറ്റ് ആകുമ്പോൾ ഇതിനെ കോമൺ പിൻ എന്ന് വിളിക്കാം. കോമൺ പിൻ. നോർമലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും എപ്പോഴും ഇങ്ങനെ ഷോർട്ടായിരിക്കും. നമ്മൾ എപ്പോഴാണോ ഇവിടെ വോൾട്ടേജ് കൊടുക്കുന്നത് അപ്പോൾ ആ ലിവർ ഇതിലേക്ക് മാറി പിടിക്കും. അപ്പോൾ ഇത് ഓപ്പൺ ആവും, ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ കറണ്ടുള്ള സമയത്ത് ഇതിൽ കണക്റ്റഡ് ആവും. കറണ്ട് പോകുന്ന സമയത്ത് നോർമലി ഇതിൽ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്ത് വേണം, നമുക്കിപ്പോൾ അവിടെ ആവശ്യം ഓട്ടോമാറ്റിക് ആക്കണമെങ്കിൽ ഇതിന് വേണ്ടി ഒരു ചെറിയ ട്രാൻസ്ഫോമർ, 500 മില്ലി ആംസോ 250 മില്ലി ആംസിൻ്റെ ഒരു എലിമിനേറ്റർ ട്രാൻസ്ഫോമർ നേരിട്ട് AC-ന്ന് കൊടുത്തതിന് ശേഷം ആ DC ആക്കി ഇതിലോട്ട് സപ്ലൈ കൊടുത്തു വെക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇത് ഓണിൽ കിടക്കും. ഈ കറണ്ടുള്ള സമയത്തോളം ഇതിങ്ങോട്ടായിരിക്കും കിടക്കുക. അപ്പോൾ നമുക്ക് എന്ത് വേണം, കറണ്ടിലാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിലെ സോക്കറ്റ്, ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിലെ സോക്കറ്റിൻ്റെ AC, അപ്പോൾ ഇവിടെ AC കൊടുത്തു വെക്കുക. വരുന്ന AC, റിയൽ AC, ന്യൂട്രലായി നമ്മളവിടെ കൊടുത്താണല്ലോ. അപ്പോൾ കറണ്ടുള്ള സമയത്തൊക്കെ ഈ സ്വിച്ച് വഴി ഇങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് നമുക്ക് AC കിട്ടും. ഇവിടെ വരുന്നത് നമ്മൾ ബാറ്ററീൻ്റെ ഇൻവെർട്ടർ ട്രാൻസ്ഫോമറിൻ്റെ ഒരു വയർ എടുത്തിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറണ്ടിലെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഈ ലിവർ തിരിച്ചു പോകും സ്പ്രിങ് ആക്ഷൻ കൊണ്ട്. അപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് നമ്മുടെ ബോർഡ് ഇൻവെർട്ടർ യൂണിറ്റിൽ നിന്നും കറണ്ട് കിട്ടും. കറണ്ടുള്ള സമയത്ത് ഇവിടെ നിന്നും കറണ്ട് കിട്ടും. ഇത് കോമൺ ആയതുകൊണ്ട് ഇതിലാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. ഇതാണ് ഈ റിലേ എന്ന് പറയുന്ന സ്വിച്ചിൻ്റെ ഒരു ചുരുങ്ങിയ പ്രവർത്തനം. അത് സർക്യൂട്ട് നോക്കി 1-2 തവണ ചെറിയ ബൾബുകളും എന്തെങ്കിലുമൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റ് ചെയ്തൊന്ന് പരീക്ഷിക്കുക. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് സ്വയം. ഒരു DC-യിൽ 12 വോൾട്ട് ഇവിടെ കൊടുക്കുന്നു. ഇവിടെ കുറച്ച് LED-കൾ, 2 കളർ, ഒരു ബ്ലൂ LED, റെഡ് LED കൊടുത്തിട്ട് അതിൻ്റെ സ്വിച്ചിങ് എങ്ങനെയാണെന്നുള്ള ബൈഹാർട്ട് ചെയ്യുക. ബൈഹാർട്ട് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ സർക്യൂട്ടിലേക്ക് കടന്നാൽ മതി. ഇതാണ് റിലേ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ഇതിൻ്റെ ചെറുത് ഒരു 15 ആംസിൻ്റെ വരുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിൽ നമുക്ക് എത്ര ആംബിയറാണോ ആവശ്യമുള്ള അതിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ കഴിയും. ഇത് കൊടുക്കുന്നതോടുകൂടി നമ്മളെ ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കായി കഴിഞ്ഞു. ഇനിയും കൂടുതൽ അഡീഷണൽ ഓട്ടോമാറ്റിക് ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കാൻ നിരവധി ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ചെറിയൊരു മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. സപ്പോസ് പണ്ട് കാലത്ത് മൈക്രോ കൺട്രോളർ ഇല്ലാതെയും ഇൻവെർട്ടർ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ സർക്യൂട്ട്സും പലതരം ഇൻവെർട്ടർ സർക്യൂട്ടും ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ആ ബുക്കിനെ കുറിച്ചൊരു ചെറിയ വിവരണം. വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ ഒരു പുസ്തകം പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ആ പുസ്തകം, മോഡേൺ ഇൻവെർട്ടർ ഗൈഡ് എന്ന് പറയും. ഇത് പടത്തിൽ കാണുന്ന ഈ ബോർഡ് ഇന്ന് കേരളത്തിൽ മിക്കവാറും ഇലക്ട്രോണിക്സ് പാർട്സ് വിൽക്കുന്ന കടയിലൊക്കെ കിട്ടും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നേരെ നിങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫോമറിലേക്ക് കണക്ഷൻ കൊടുത്താൽ മതി.
ഇവിടെ ഡിസ്പ്ലേൻ്റെ കണക്ഷൻ കൊടുക്കുന്നു, ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കുന്നു. ഈ 3 കണക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒരു 500 വാട്ട് ഇൻവെർട്ടർ സുഖമായിട്ട് നിർമ്മിക്കാം. ബാക്കി എല്ലാ ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റവും ഇതിനകത്തുണ്ട്. ഇത് നിർമ്മിക്കാൻ വേണ്ട എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയൊരു ബുക്കാണിത്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2006 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 2006 നിങ്ങൾക്ക് കാണാം. 19/2006 ഫസ്റ്റ് എഡിഷൻ. അന്ന് 3000 കോപ്പിയാണ് അടിച്ചിരിക്കുന്നത്. അതിനുശേഷം 2 എഡിഷൻ. അപ്പം ടോട്ടൽ 9000 കോപ്പീസ് അടിച്ചിട്ട് അത് വിറ്റ് കഴിഞ്ഞു. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ബുക്ക് പ്രസിദ്ധീകരിച്ച ആ സമയത്ത് അല്ലെങ്കിൽ ആ വർഷം ജനിച്ച കുട്ടികളൊക്കെ ഇന്ന് +2 പഠിക്കുന്നുണ്ടാവും. 17 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച ബുക്കാണിത്. ഇതാ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൂടി അന്ന് 250 രൂപയ്ക്കായിരുന്നു കൊടുത്തിരുന്നത്. ഈ ബുക്കിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സംഗതികളും ഇതിനകത്തുണ്ട്. A to Z. എന്താണ് ഇതിനകത്ത്? ഇൻവെർട്ടറിനെ കുറിച്ച് പറയുന്നു, ലോഡ് കണക്കാക്കുന്ന വിധം, ട്രാൻസ്ഫോമർ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രാൻസ്ഫോമർ നിർമ്മിക്കാം. അതിൻ്റെ ഡാറ്റ ഷീറ്റ് നോക്കി എത്ര ഗേജ് കമ്പി വേണം, ഇൻവെർട്ടറും UPS തമ്മിലുള്ള വ്യത്യാസം എന്താണ്, കമ്പോണൻറ്റ്, ബാറ്ററിയെക്കുറിച്ച് ഡീറ്റെയിൽസ്, ബാറ്ററി, പിന്നെ അടിസ്ഥാന തത്വങ്ങൾ, നിർമ്മിക്കേണ്ട രീതി, ഓപ്പറേഷണൽ ആംപ്ലിഫയർ, ലോ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്, ഇതൊക്കെ കാണിക്കാൻ വേണ്ടി പിന്നെ വരുന്നത് ഡാറ്റ ഷീറ്റ്സ്, വാട്ട്സ് കൂടിയ ഇൻവെർട്ടർ UPS ഉണ്ടാക്കുന്നത്, സംശയങ്ങളും മറുപടികളും, ഫൈനലിലേക്ക്, ഇങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇതിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാം, ഈ ഞാനിപ്പോൾ കാണിച്ച ബോർഡിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാം, ഫുൾ സ്കിമാറ്റിക്, ഒരു പിൻ പോയിൻ്റ് പോലും തെറ്റില്ലാതെ. ഇത് പബ്ലിഷ് ചെയ്യുന്ന കാലത്ത് കേരളത്തിലാകെ 3-4 ഇൻവെർട്ടർ മാനുഫാക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് പിന്നൊക്കെ ഡെവലപ്പായി വന്നിരിക്കുന്നത്. ഈ ബോർഡ് ഇന്നും മാർക്കറ്റിൽ കിട്ടുന്നു എന്നുള്ള എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇതാ ഇതിൻ്റെ ഫുൾ സ്കിമാറ്റിക്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ ഔട്ട്പുട്ടിൽ ഇതിൻ്റെ സോക്കറ്റിൽ നിങ്ങളൊരു എന്തെങ്കിലും നോസ് പ്ലെയർ എടുത്ത് ഷോർട്ട് ചെയ്താൽ പോലും സഡൻ ഷട്ട് ഡൗൺ ആവും. ഇതിലൊരു കമ്പോണൻറ്റും കേടുവരില്ല. അത്രയും അന്നൊരു പിക്ക് IC പോലും ഉപയോഗിച്ചിട്ടുണ്ട്, 12C508. ഇതിൻ്റെ ഒരു സ്വിച്ചിങ് സർക്യൂട്ടിന് വേണ്ടി, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക് സിസ്റ്റം അതൊക്കെ ചെയ്യാൻ വേണ്ടി. ഇത് 3525, ഇതൊക്കെ KA3525 ഉപയോഗിച്ചിരിക്കുന്നു. LM339 ഇതാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. നമുക്ക് ലോ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്, കറണ്ട് സെൻസിങ് ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി. ഒപ്റ്റോ കപ്ലർ MCT2E ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, സോക്കറ്റിലേക്ക് കൊടുക്കുന്നു. ബാറ്ററി ഇതാണ് ഇതിൻ്റെ PCB ലേഔട്ടിൻ്റെ മോസ്ഫെറ്റുകൾ കണക്ഷൻ കൊടുക്കുന്ന രീതി എങ്ങനെയാണ് അതിൻ്റെ അടിവശത്ത് വരുന്നത് അത് വിവരിച്ചിരിക്കുന്നു. അതുകൂടാതെ ഇതിനകത്ത് ഓരോന്നും ഇൻവെർട്ടറിൻ്റെ 300 VA, 500 VA, 1000 VA ഇതിന് വേണ്ട ബോബിൻ സൈസ്, ട്രാൻസ്ഫോമറിൻ്റെ എത്ര ഗേജ് വേണം, എത്ര ടേൺസ് വേണം, A to Z ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. PCB ലേഔട്ട് ഇതാണ് PCB. അതിൻ്റെ പ്രിൻ്റ് ഇത് വെച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് വേണമെങ്കിൽ സ്വന്തമായിട്ട് നിർമ്മിക്കാം. അത്ര ഡീറ്റെയിൽ ആയിട്ട് അന്നേ കൊടുത്തിരിക്കുന്നു. 17 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചാണത്. 500 വാട്ട് ഇൻവെർട്ടർ PCയുടെ അടിവശം, സോൾഡർ സൈഡ് ഫുൾ നേരെ ഫോട്ടോ കോപ്പി എടുത്ത സ്പെസിഫിക്കേഷൻ കൊടുത്താൽ PCB അടിച്ച് കിട്ടും. അതിൻ്റെ വയറിങ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഓരോ ഭാഗങ്ങൾ അത് വിവരിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഞാനത് പറയാൻ കാര്യം, ഇത് പ്രിൻറ്റിങ് ടെക്നോളജിയിൽ നിങ്ങൾക്കറിയാം വളരെ കുറഞ്ഞ ബുക്ക് അടിച്ചാൽ വളരെ റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ കാലത്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാനിതൊരു ബുക്ക് ആക്കാൻ വേണ്ടിയുള്ള ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ആവശ്യമുണ്ടെന്ന് അറിയണം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഒരു ബുക്ക് സെയിൽസിനാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട കേട്ടോ, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ബുക്ക് ആക്കിയതിന് ശേഷം അതെങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ഏറ്റവും വളരെ തുച്ഛമായ റേറ്റിന് നിങ്ങൾക്ക് എങ്ങനെ എത്തിച്ചു തരാമെന്ന് നോക്കിക്കൊണ്ടാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യക്കാർ അതുകൊണ്ട് എത്ര പേര് ആവശ്യമുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് താഴെ യെസ് എന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഒരു നമ്പർ കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തുതരാം. ഈ ഇൻവെർട്ടർ നിർമ്മാണ ഫീൽഡിൽ ശോഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു ബുക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിനേക്കാൾ നല്ലൊരു ബുക്ക് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് അന്വേഷിക്കാം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വേറെ ബുക്കൊന്നും കണ്ടില്ല, നല്ല ബുക്കാണെന്ന് തോന്നുന്നു. ഇത് 17 വർഷം മുമ്പ് ഉള്ളതിനേക്കാളധികം ഇന്നാണ് ജനങ്ങൾക്ക് ഇത് കൂടുതൽ ആവശ്യം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഡിസിഷൻ എടുത്തത്. ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്താണെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളിപ്പം എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ഓസിലേറ്റർ സർക്യൂട്ട് ചെയ്യുന്ന കാര്യം പഠിച്ചു, അതുപോലെ സൈൻ വേവ് എന്താണ്, സ്ക്വയർ വേവ് എന്താണെന്ന് പഠിച്ചു, മോസ്ഫെറ്റിൻ്റെ എണ്ണവും ട്രാൻസ്ഫോമറിൻ്റെ വലുപ്പവും മാത്രം മാറ്റിക്കൊണ്ട് ഏതുതരം ഇൻവെർട്ടറും UPSും ഉണ്ടാക്കാമെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളതിനകത്ത് മനസ്സിലാക്കിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സമാന ചിന്താഗതിക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.